എന്നത്തെയും പോലെ തന്നെ രാവിലെ നല്ല പെരുമഴ കണ്ടിട്ട് തന്നെ ആട്ടോ കാണി. വിൻഷാട്ടിന് താടിക്ക് കൈയും കൊടുത്തിട്ട് മഴ നോക്കിയിരിക്കണത് ആസ്വദിക്കണതല്ല കേട്ടോ, എങ്ങനെ പാലക്കാട് വരെ പോകുന്ന കേട്ടോ ഈ നോക്കിയിരിക്കണത്. നമ്മുടെ മുറ്റൊക്കെ അതേ പുഴ പോലെ ആയിട്ടുണ്ട്. പക്ഷെ മഴക്കൊന്ന് തോർന്ന ഈ വെള്ളമൊക്കെ കണ്ടം വഴി ഓടിട്ടത് എങ്ങട്ടാ പോണെന്ന് ഒരു പിടുത്തൂല്ലേ. വിൻഷാട്ടിന്റെ ഇരുത്തം കണ്ടിട്ട് വേഗം കുളിച്ച് വിളക്ക് കൊളുത്തുന്ന എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പൊ ഞാൻ തന്നെ വേഗം ഇതേ വിളക്ക് കൊളുത്തി. അപ്പൊ എല്ലാവരും ശരിക്കും ഈ പെരുമഴയത്ത് എങ്ങനെ ഞാൻ കുളിച്ചു, ഞാൻ നല്ല ചൂടുവെള്ളം വെച്ചിട്ടാട്ടോ കുളിച്ചേക്കുന്നത്. അല്ലാതെ ഈ പച്ചവെള്ളത്തിൽ കുളിക്കാനുള്ള തൊലിക്കെട്ടിക്ക് എനിക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ നേരെ കിച്ചണിലേക്ക് പോയപ്പോ അവിടെ നിൽക്കുന്നു കുമ്പിടി. അവിടെയും കണ്ടു ദേ എവിടെയും കണ്ടു എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. ഇത്ര നേരം ഉമ്മർത്തിരുന്നിരുന്ന ആളാണ്. മഴ ഒന്ന് തോർന്നപ്പോ അതേ ചെരുപ്പൊക്കെ കഴുകാട്ടോ, എന്തായാലും ഡ്യൂട്ടിക്ക് പോകണല്ലോ. അപ്പൊ അതേ പിന്നാലെ തേജു ഇറങ്ങിയിട്ടുണ്ട്. തേജു ഇത്ര നേരത്തെ എനിക്കൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. ഇത് എവിടുന്ന് എനിക്ക് വന്നൊരു പിടുത്തലേട്ടാ. ഞാൻ കുളിക്കാൻ കയറിയ സമയത്ത് ഇവിടെ എന്തൊക്കെ നടന്നെന്ന് എനിക്കൊന്നും അറിയണില്ല. കാരണം ഇത്ര നേരത്തെ തേജു എനിക്കാ പറഞ്ഞ എനിക്ക് അതിശയാണ് ഇട്ടപ്പോ. പിന്നെ ഏകദേശം ചായ ഒടിച്ചു കേട്ടോ. ദോശ അടന്നു, പിന്നെ ചമ്മന്തി, തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം കൈയോടെ തേജപ്പനെയും കുളിപ്പിച്ചു. അല്ലെങ്കിൽ ഇന്ന് അവനും അതെങ്ങനെ അങ്ങനെ നടക്കും അത് കൂടെ കേട്ടോ. അങ്ങനെ അവനെ ഇവിടെ പിടിച്ചിരുത്തിയതിന് ശേഷം ഞാൻ വേഗം ഉമ്മറഭാഗം മാത്രം ഒന്ന് തുടയ്ക്കാൻ ഇറങ്ങിയിട്ടോ. കാരണം നല്ല ചളിയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഹോളൊന്നും ഇപ്പൊ തുടക്കി ക്ലീൻ ആക്കണമെന്നില്ല, കുറച്ച് കണ്ടേ ചെയ്യുള്ളൂ. ഇവിടെ മാത്രമായിട്ട് ചെയ്തുള്ളൂ. പിന്നെ വിൻഷാട്ട് ഇതേ വേഗം ജോലിക്ക് പോകാൻ ഇറങ്ങി. കാരണം നല്ല മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കോട്ടും കാര്യങ്ങളൊക്കെ ബാഗിൽ ഇതേ കുത്തി നിറച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ തേജപ്പന്റെ ബാഗ് പോലെ വിൻഷാട്ടിന്റെ ബാഗും ഗർഭിണി ആയിരിക്കണത്. അങ്ങനെ നമ്മുടെ തേജുവിന്റെ ദോശ കഴിക്കൽ കഴിഞ്ഞോന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോയി നോക്കിയതാട്ടാ. പക്ഷെ അവന്റെ ഇരുത്തം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പഠിത്തമൊന്നും കഴിക്കൽ കഴിയില്ല എന്ന്. കാരണം കുട്ടിക്ക് ദോശയുടെ ചന്തം തീരെ പിടിച്ചിട്ടില്ല കേട്ടാ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.